അസ്സലാമലൈക്കും ഷബാബാണ്. അപ്പോൾ മൂന്നാമത്തെ വീഡിയോ നമ്മൾ പെയിന്റിങ്ങിന്റെ മൂന്നാമത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ലേറ്റ് ആയിക്കണ്, നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ വർക്ക് ചെറിയ ചെറിയ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അതിൽ ഇനി അപ്ലോഡ് ചെയ്യാനുള്ളത് ഈ ഒരു വീഡിയോ, പിന്നെ ഏകദേശം ഒരു പെയിന്റിംഗ് ആണ് ചെയ്യുന്നത്. റീസ്റ്റോറേഷൻ എന്നുള്ളത് ജസ്റ്റ് തമ്പിൽ കൊടുത്തതാണ്. എന്നാലും നല്ല രീതിയിൽ തന്നെയാണ് പെയിന്റിങ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂറോടൊക്കെ പോയി കണ്ട് നമുക്ക് അവിടെ നിന്ന് ഒരു വീഡിയോ ചെയ്യാം. പിന്നെ നമ്മളെ ടൂറിൻ്റെ ഡേറ്റ് ഏകദേശം കൺഫേം ആണ്. 13-ാം തീയതി ഏകദേശം ക്ലബിൽ നിന്നാണ്, VCC ക്ലബിൽ നിന്നാണ്. ഒരുപാടായിട്ട് ഉള്ള ഒരു ക്ലബ്ബാണ്. ഒരുപാട് ആൾക്കാർ കൂട്ടായ്മ, കേരള ഗ്രൂപ്പ്, മലപ്പുറം ഗ്രൂപ്പ്, അങ്ങനെ ഓരോ ഇതിലുള്ള ഒരു 14 ഇതുണ്ട്. പക്ഷെ നമുക്ക് ഏകദേശം മൂന്നാർക്കാണ് നമ്മൾ ട്രിപ്പ് കൺഫേം ആക്കിയത്. അപ്പം ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. 13-ാം തീയതിയാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വണ്ടി കിട്ടണം. അപ്പോൾ എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ വണ്ടി എന്താണ് കഥ എന്നുള്ളത് നമ്മൾ പെയിന്റിങ്ങിന്റെ ഒരു ഭയങ്കര ഇതിലാണ്. അപ്പോൾ എന്തായാലും പെയിന്റിങ് എന്തായിരിക്കും, മോശമായിരിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഒരു ഹാപ്പിനെസ് അവിടെ കിട്ടുമെന്ന് വിചാരിക്കും. ഒരു കണ്ടപാടെ നമ്മളെ ഫസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയില്ല, ആ ഒരു ഫീല് കിട്ടുമെന്നുള്ളത് അറിയില്ല. എന്നാലും നമുക്കൊരു അങ്ങോട്ട് പോയി നോക്കാം, എന്താ കഥ എന്നുള്ളത് പോയി നോക്കാം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇതിന് മുന്നേ ഒരു വീഡിയോ എടുത്തിന്, നല്ല വീഡിയോ ആയിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ വോയിസ് ഇല്ല, അത് മൈക്ക് കണക്റ്റ് ആയിട്ടില്ലേ. അപ്പോൾ ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വണ്ടിൻ്റെ ഇപ്പോഴത്തെ ഒരു കോലം ഈ ഒരു ടൈപ്പാണ്. അപ്പോൾ ഏകദേശം നമുക്ക് കാണിച്ചു തരാൻ പറ്റിയത് വണ്ടിൻ്റെ പെയിൻറ്റിങ് ആയിരിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് കവർ. നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇനി പെയിൻറ്റിങ് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ നമുക്ക് പാർട്ട് 4 നമുക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.